പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കും. അപ്പോൾ പ്രകൃതി സ്നേഹികളൊക്കെ നാളെ മരം വയ്ക്കും, പിന്നെ അതുപോലെ മരത്തിന് വളരാനുള്ള സാഹചര്യം ഒരുക്കും. പിന്നെ കുട്ടികളോടും പൊതുജനങ്ങളോടും ഒക്കെ മരങ്ങളെ സംരക്ഷിക്കേണ്ട, അതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട, പരിസ്ഥിതിയെ സംരക്ഷിച്ച് നമ്മുടെ ജൈവ വൈവിധ്യമൊക്കെ നിലനിർത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നടത്തുന്ന ദിവസമാണ് നാളെ ജൂൺ 5-ാം തീയതി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് പ്രകൃതിയുടെ ഈ വരദാനം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ്. മരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഫലങ്ങൾ, അതുപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അതിനോട് ചുറ്റിപ്പറ്റിയുള്ള പക്ഷികൾ, മൃഗങ്ങൾ, മറ്റ് ജീവികൾ, ഇവരുടെയൊക്കെ സഹവാസത്തോടുകൂടി നമുക്കിവിടെ ജീവിതം സാധ്യമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മരങ്ങളുടെ നിലനിൽപ്പ് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഓക്സിജൻ ഈ മരങ്ങളെല്ലാം പുറത്തുവിടുന്ന വായുവാണല്ലോ. അതുപോലെ നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡൊക്കെ ശ്വസിക്കാൻ ആരെങ്കിലും വേണ്ടേ? അത് നമ്മളെ മരങ്ങളാണ്. അപ്പോൾ ഈ മരങ്ങൾ കാർബൺ മോണോക്സൈഡിനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ പിടിച്ച് അവരുടെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ, എന്നുവെച്ചാൽ ഫോട്ടോസിന്തസിസിലൂടെ അതിൻ്റെ പ്രോഡക്ട്സുകളാക്കി മാറ്റുന്നുണ്ട്. ഫലങ്ങളും അതുപോലെ പുഷ്പങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ വേരുകളും കൊമ്പുകളൊക്കെ ആക്കി മാറ്റി. അപ്പോൾ അതായത് നമ്മുടെ ഒരു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് മരങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് നാളെ ജൂൺ 5-ന് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഒരു മരമെങ്കിലും നട്ട് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പുകളായി മുന്നോട്ട് പോവുക.